കേട്ടോ ഞാനത് പറഞ്ഞോട്ടെ. പ്രിയമുള്ളവരെ, ഇനി ഈ വേദിയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് എന്റെ ഭാര്യയുടെ അഴിഞ്ഞാട്ടമാണ്. അരങ്ങേറ്റമാണ്. താളങ്ങൾക്കൊത്ത ചുവടും ചുവടുകൾക്കൊത്ത അംഗവിക്ഷേപങ്ങളുമായി ലയരാസരാസ്യ പ്രധാനമായ ഒരു ക്ലാസിക്കൽ ഡാൻസ് കുച്ചിപ്പുടി. Now on the stage, the traditional classical dance form from the Kerala, South India, Kuchipudi, presented by sponsors wife Sridevi. Ready? What to do? Number 4 അംഗഭംഗം. ശ്രീദേവി അത് സമ്മതിക്കില്ല. അതെ, ഈ ഓഡിറ്റോറിയത്തിലെ നാളെ വേറെയൊരു മലയാളി അസോസിയേഷൻ 2000 പേർക്ക് സദ്യ കൊടുക്കുന്നുണ്ട്. അതുണ്ടാക്കാൻ നാട്ടിൽ നിന്ന് വന്ന പാചകക്കാരനാണ് സന്തോഷ് സി വർമ്മ. എന്റെ ഭാര്യയുടെ ഡാൻസ് കൊളാക്കില്ലല്ലോ. ഈ പെണ്ണുമ്മ ഡാൻസ് ആണെന്ന് പറഞ്ഞ് എന്ത് തോന്നിയാസം കാണിക്കുന്നത്. ദൈവമേ, ഷൊർണൂര് കലാമണ്ഡലത്തിലാ? അവിടെ അല്ല, അജ്മാനിലെ കലാമണ്ഡലം എന്ന് പേരുള്ള ഒരു ഡാൻസ് ബാർ ഉണ്ട് അവിടെ. അത് പറ, വെറുതെ എനിക്ക് നല്ല പരിചയം തോന്നിയതേ. എന്താ തനിക്കൊരു പുച്ഛം? ഇപ്പൊ ഞാനൊരു ഹിന്ദി പാട്ട് വെച്ച് ഡാൻസ് കളിച്ചാലേ ദിവസം എത്ര ഈ സ്റ്റേജിൽ വീഴുമെന്ന് അറിയാമോ? ശ്രീദേവി, വില കളയാതടി മൂദേവി. ഏത് നേരത്താണോ എനിക്ക് ടിഷ്യൂ പേപ്പറിൽ ഫോൺ നമ്പർ എഴുതിയൊക്കെ കൊടുക്കാൻ തോന്നിയത്? ഒരു ബിയറും 2 കപ്പലിന്റെയും ഓർഡർ ചെയ്ത് വെളുപ്പാങ്കാലത്ത് 3 മണി വരെ എന്നെ കയ്യും കലാശവും കാണിച്ചാ ഇയാൾ എന്നെ കെട്ടിയത്. സാമ്പിള് സൗജന്യം വന്നാ ഞാൻ വിചാരിച്ചത്. തലയിലായി പോയി. ഈ അടുപ്പ് ഇങ്ങനെയൊക്കെ പറയും. എന്റെ അച്ഛനെ ധിക്കരിച്ച ഞാൻ ചേട്ടന്റെ കൂട്ടത്തിൽ ഇറങ്ങിപ്പോയത്. ഞാൻ നിറവേറ്റുമായി നിൽക്കുന്ന കണ്ടപ്പോൾ അച്ഛൻ കാറിന്റെ ചെയിന് മടക്കി. പിന്നൊരു ദിവസം ഹോട്ടലിൽ വെച്ച് എന്നെ കണ്ടപ്പോ അച്ഛൻ എണീറ്റ് പോയി. അവസാനം എനിക്ക് പ്രസവ വേദന വന്നപ്പോൾ ഒറ്റ വിളിക്ക് എല്ലാം മറന്ന് അച്ഛൻ വീട്ടിൽ വന്നു. രാത്രി മഴയത്ത് കാർ ഓടിച്ച് അച്ഛൻ എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി. ചേച്ചിയുടെ അച്ഛന്റെ പേര് അമിതാഭ് ബച്ചനാണ്. മഞ്ജുവാര്യൻ നല്ലൊരു നർത്തകിയല്ലേ? നൃത്തം എന്ന് പറയുന്നത് ഒരു കലയെ. അതുപോലെ തന്നെ ഒരു കലയാണ് പാചകം. ഒരു കാര്യം ചെയ്യും, എനിക്കറിയാവുന്നതല്ല ഞാൻ ചേച്ചിക്ക് പഠിപ്പിച്ചത്, ചേച്ചിക്കറിയാവുന്നതല്ലേ എനിക്ക് പഠിപ്പിച്ചത്. അയ്യടാ, രവീന്ദ്രവേദത്തിന്റെ 1-ാം ഭാഗവും 2-ാം ഭാഗവും ഇറങ്ങി. ഇനി നിങ്ങൾ രണ്ടും കൂടെ 3-ാം ഭാഗം ഇറക്കാൻ നിൽക്കണ്ട. പാചകവും നൃത്തവും തമ്മിൽ എന്ത് ബന്ധമാണോ ഉള്ളത്? അതറിയാൻ പാടില്ല. ഡാൻസിലുള്ള പല സ്റ്റെപ്പുകളും ഞങ്ങളുടെ പാചകത്തിൽ നിന്ന് എടുക്കുന്നതാ. പിന്നെ ഉദാഹരണത്തിന് ചേച്ചി ആദ്യം കാണിച്ചത് എന്താ? ഒന്ന് കാണിച്ചു കൊടുക്കേ. ഇതന്നെയല്ലേ ഞങ്ങൾ കാണിക്കുന്നത്. മോളിലുള്ള വിറകെടുത്ത് അടുപ്പിലേക്ക് വെക്കും. ഇങ്ങനെ വിറകെടുത്ത് ഇങ്ങനെ അടുപ്പിലോട്ട് വെക്കും. ഇതൊക്കെ ചുമ്മാ ഉടായിപ്പാന്നേ. എന്താ അടുത്ത സ്റ്റെപ്പ് കാണിക്കും? ശ്രീദേവി, നിന്റെ തക്കടി ചുമ്മാ അവനൊന്ന് കാണിച്ചു കൊടുത്തേ. ആദ്യം മാവ് ഒഴിച്ച് ഉണ്ടെടുത്ത് കൈ പിടിക്കും.
ശ്രീദേവി, ഇവൻ നിന്ന നിപ്പിന് 2 ചായ ഒരു പരിപ്പോടെ ഉണ്ടാക്കി. നീ എന്നാലും ഉണ്ടാക്കുമോ? പിന്നെ വീട്ടിലിരിക്കുന്ന 2 പിള്ളേരെ നിങ്ങളുടെ ഐപാഡിൽ നിന്ന് ഡൗൺലോഡ് ചെയ്താ. എന്നാ അടുത്ത സ്റ്റെപ്പ്. ഇങ്ങനെയല്ലേ ഞങ്ങൾ പപ്പടം കാച്ചുന്നത്? ചേച്ചി ഇവിടെ കിടന്ന ആരെങ്കിലും ചൊല്ലി യാതൊരു കാര്യമില്ല. ഇനിയുണ്ട് ഞങ്ങളുടെ സ്റ്റെപ്പ്. പായസമൊക്കെ സ്റ്റെപ്പ്, തേങ്ങ വഴിയുടെ സ്റ്റെപ്പ്, അങ്ങനെ എന്തൊരു സ്റ്റെപ്പ് വേണം കാണാം. വേണ്ട, തൽക്കാലം നിന്നെ പോലെ ഒരു കാട്ടുമാക്കാന്റെ മുന്നിൽ എന്റെ ഭാര്യ തോൽവി സമ്മതിച്ചിരിക്കുന്നു. ഇല്ല, എനിക്കുണ്ട് ഒരു കുഞ്ഞു മനസ്സ്. ചെറിയ ചെറിയ വിജയങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കുഞ്ഞു മനസ്സ്. നിന്നെ പോലൊരു ആവാസത്തിന് മുന്നിൽ സോറി, നിന്നെ പോലൊരു ആവാസത്തിന് മുന്നിൽ ആരും തോൽക്കേണ്ടി വന്ന ഞാൻ ഈ ചിലത് കേട്ടില്ല. ഇതാ എന്താണോ വാര്യരെ ഈ പെണ്ണുമ്പുള്ള നന്നാകാത്ത? വാര്യരോ? വാര്യരെടുത്ത് ഞാൻ നിന്നെ നിലത്തടിക്കും. സ്പോൺസറിന്റെ ഭാര്യ ഡാൻസ് കളിക്കുമ്പോഴാണ് വന്ന് ഈ വക അലമുണ്ടാകുന്നത്. പിന്നെ എന്റെ ഭാര്യ മര്യാദക്ക് ഡാൻസ് കളിച്ചോണ്ടിരുന്നതല്ലേ? നീ എന്തിനാണ് താൻ ഈ മഹാഭാവം ചെയ്തത്? സാറേ, 25 അടി വീതി, 42 അടി